കാറിനകത്ത് മരിച്ചെടുക്കുന്ന ഒരാൾ, ഒരു റേപ്പ് വിക്റ്റിം, ഒരു കോടതി മുറി, ഇതൊന്നും പോരെങ്കിലേ നമുക്ക് ശ്വാസകോശം ഇതേപോലെ കയ്യിലെടുത്താലോ? അല്ലെങ്കിൽ ഒരു തലച്ചോറ് നമുക്കിങ്ങനെ കയ്യിലെടുക്കാൻ പറ്റിയാലോ? ഇതൊക്കെ എവിടെയാണെന്നല്ലേ? നമ്മുടെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലെ മെഡിക്കൽ എക്സിബിഷൻ മെഡ് എക്സ് എന്ന് പറഞ്ഞ പേരിൽ നടക്കുന്നുണ്ട്. സോ അത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഭക്ഷണ രൂപത്തിലൂടെ നമ്മൾ ആദ്യം വായിലേക്ക് പ്രവേശിക്കും. അവിടെ നിന്ന് തന്നെ നാളയത്തിലേക്കും ആമാശയത്തിലേക്കും അങ്ങനെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസകോശം, ലങ്സ്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബ്രെയിനൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ അനാട്ടമി സെക്ഷനിലേക്കാണ് പോവുക. അവിടെ 2 അസ്ഥിക്കൂടകൾ ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ കുഞ്ഞുണ്ണികളുടെയാണ്. പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്ന ഫീറ്റസിൻ്റെ കുറച്ച് സ്പെസിമെൻസ് ആണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അൽഫാമൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ ചെസ്റ്റ് പീസ് തന്നെ വേണമെന്ന്. ഇതാണ് ആ ചെസ്റ്റ് പീസ്, പക്ഷേ മനുഷ്യൻ്റെ അന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് ബ്രെയിനും നമ്മുടെ നട്ടെല്ലും വരുന്ന രീതിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നട്ടെല്ലിൽ ഞാൻ വിചാരിച്ചത്ര വീതിയും വണ്ണൊന്നും കണ്ടില്ല. ഇതെന്ന് പറഞ്ഞ ഒരു സെക്ഷൻ പോലെ നമ്മുടെ വയറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് മുറിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു മോഡലാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ബ്ലാക്ക് കളറിൽ കാണുന്ന ഓർഗൻ ഏതാണെന്നറിയോ? അതാണ് നമ്മുടെ ലങ്സ് അഥവാ ശ്വാസകോശം. അപ്പം ഡോക്ടർമാർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്തുകൊണ്ടാണ് ഈ ലങ്സ് കറുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്മോക്കിംഗ് കാരണമാണെന്ന്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു സ്മോക്കിംഗ് ഒരു റീസൺ ആണ്, ബട്ട് ഇപ്പോൾ ഉള്ള എല്ലാവരുടെ ലങ്സും ഇതേപോലെയാണ്. അതായത് സ്മോക്കിംഗ് ചെയ്യാത്ത ആളുകളുടെ വരെ ലങ്സ് ഇങ്ങനെയാണ്. അതിൻ്റെ റീസൺ പൊല്യൂഷനാണെന്ന് പറഞ്ഞു. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബാക്കി കുറച്ചധികം ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ടാറ്റാ.